മലയാളികളുടെ തമന്ന. കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷൻ മലയാളികളുടെ തമന്ന, പാവങ്ങളുടെ തമന്ന. ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ, ജീവിതം വഴിമുട്ടി നിന്നപ്പം ഒരു ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എഗെയിൻ ഞാൻ വന്നിരിക്കുന്നത് രേണുസുധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കോണ്ടന്റാണ്. അപ്പോൾ കണ്ടന്റിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ചെറുതായിട്ടൊരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. സോ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും വിചാരിക്കും, ചേച്ചി ഇന്നലെയും രേണുസുധിയുടെ കോണ്ടന്റ് ആണ്, ഇന്നും എന്തിനാണ് രേണുസുധിയുടെ കോണ്ടന്റ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടി. ഒന്ന്, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്ന കോണ്ടന്റുകൾ തന്നെയാണ് നമ്മളെല്ലാവരും എടുത്ത് സംസാരിക്കുക. ആൻഡ് ഞാൻ എടുത്ത വീഡിയോയിൽ ജനങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളൊരു വീഡിയോ ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് രേണുസുധിയാണ്. ഇതിനു മുമ്പ് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ള പല ടോപ്പിക്കുകളും നിങ്ങൾ എടുത്ത് നോക്കും. രേണുസുധിൻ്റെ കോണ്ടന്റ് വരുമ്പോൾ പലരും ഇരുന്ന് കാണുന്നുണ്ട്. ഇപ്പം വ്യൂവർഷിപ്പ് ഉള്ള കോണ്ടന്റ് തന്നെയാണ് രേണുസുധി. അതുകൊണ്ടാണ് ഒരു റീസൺ ഞാൻ രേണുസുധീൻ്റെ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തത് ഇന്നലെ രേണുസുധി സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് രേണുസുധി സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും വന്നിട്ട് കോൺട്രവേഴ്സികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രേണുവിനെ കാണുന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള നെഗറ്റീവ് കോൺട്രവേഴ്സീസ് അടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകർ രേണുവിൻ്റെ പുറകെയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കണ്ടന്റുകൾ നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ വ്യൂവർഷിപ്പ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ ആ കണ്ടന്റ് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ലോ. എന്തായാലും അധികം വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാവാടവള്ളി. നിക്കർ വിധവ കഴിഞ്ഞതിന് ശേഷം ഇപ്പം അടുത്ത ടാഗ് ലൈൻ വന്നിരിക്കുകയാണ് പാവാടവള്ളി, അല്ലെങ്കിൽ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ തമന്ന. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള രേണുസുധിയുടെ അഭിപ്രായം. നാലാമത്തത്, പുതിയൊരു സ്ട്രാറ്റജിയുമായിട്ട് രേണുസുധി ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെയാണ്. സോ എഗെയിൻ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, കൂടുതൽ ഹൈപ്പ് ചെയ്യാനും, കമന്റ് രേഖപ്പെടുത്താനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ആദ്യം പാവാടവള്ളി. മേ ബി എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എന്താ ഇത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനിവിടെ സൈഡിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു അമ്പലമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തതാണ് രേണുസുധീനെ. രേണുസുധി ഗംഭീരമായി പാട്ട് പാടിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആ ഡാൻസാണ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് രേണുസുധിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനം, ആൾ വളരെ അധികം കോൺഫിഡൻ്റ് ആണ്. പാട്ടെങ്കിൽ പാട്ട്, ഡാൻസ് എങ്കിൽ ഡാൻസ്. ഇനി അതുക്കപ്പുറം ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ റെഡി. കാരണം ഒരു തൊലിക്കട്ടി കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരാൾ, ഭയങ്കര വലുതായിട്ടുള്ള ഒരാൾ തന്നെയാണ് രേണുസുധി. ഇപ്പം രേണുസുധീൻ്റെ ഇപ്പോഴത്തെ ഈ ഡാൻസുമായി ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ, ഡാൻസിൻ്റെ ഇടയിൽ രേണുസുധിയുടെ പാവാടയുടെ വള്ളി പുറത്തു വന്നിരിക്കുകയാണ്. അത് മെയിനായിട്ട് മനസ്സിലായത് വീഡിയോൻ്റെ താഴെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് കമൻറ്റുകൾ ഓരോന്ന് വിധം നോക്കാം. ആദ്യത്തെ കമന്റ്, പാവാടവള്ളി ഞങ്ങൾ മലയാളികൾ നല്ലത് കണ്ടില്ലേലും കുറവുകൾ കണ്ടുപിടിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ പാവാടയത്തെ വള്ളി കണ്ടു എന്ന് പറയാണ്. എന്നിട്ട് ഒരു പെൺകുട്ടി ഇട്ട കമൻറ്റാണ്, ഞങ്ങൾ നല്ലത് കണ്ടില്ലെങ്കിലും ഇങ്ങനത്തെ കുറവൊക്കെ കാണുന്നു. രണ്ടാമത്തെ ഒരു കമൻറ്റാണ്, അതൊരു വെരിഫൈഡ് അക്കൗണ്ട് കേട്ടോ, ഡാൻസ് ഒക്കെ അടിപൊളി, അതാ പാവാടവള്ളി താഴെ. രണ്ടാമത്തെ കമൻറ്റ്. മൂന്നാമത്തെ കമൻറ്റ്, പാവാടവള്ളി തൂങ്ങിച്ചാകും. ഇതും ഒരു, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന 3 കമൻറ്റുകളും 3 ഫീമെയിൽ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള കമൻറ്റാണ് കേട്ടോ. അപ്പം രേണുസുധി ഡാൻസ് കളിക്കുന്നതിനിടയിൽ പാവാടേൻ്റെ വള്ളി അങ്ങ് കണ്ടു. അപ്പം നിക്കർ വിധവയ്ക്ക് ശേഷം രണ്ടാമത് വന്ന പേരാണ് പാവാടവള്ളി. അപ്പോൾ പാവാടവള്ളി കോൺട്രവേഴ്സി ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമ്മളുടെ ഡ്രസ്സ് ശ്രദ്ധിക്കുക, കെയർ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഇടുന്ന ഡ്രസ്സ് പ്രോപ്പർ ആയിരിക്കും, പ്രോപ്പർ അല്ലാണ്ട് നിൽക്കും. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വരുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സ് പ്രോപ്പറാക്കുക, എൻ്റെ ഹെയർ പ്രോപ്പറാക്കുക, എൻ്റെ ഫേസ് പ്രോപ്പറാക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇൻ കേസ് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാൽ റെഡിയാക്കണം. ചിലപ്പോൾ ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റിൽ, ആ ഒരു ത്വരയിൽ, ആ ഒരു സ്റ്റെപ്പിൻ്റെ മൂവ്മെൻറ്റ്സിൽ ചിലപ്പോൾ വള്ളി പുറത്തോട്ട് വന്നതായിരിക്കാം. എന്തായാലും ഒരു അബദ്ധമല്ലേ, നിങ്ങൾ ക്ഷമിച്ചാളോ. ആൻഡ് രേണുസുധിയായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ഡെയിലി ഒരു കോണ്ടന്റ് ഉണ്ടെങ്കിലും പണ്ടത്തെ കോണ്ടന്റിന് കിട്ടിയിരുന്ന ആ ഒരു പുഷും ത്രാസും ഒന്നും ഇപ്പം ബേസിക്കലി രേണുസുധി ചേച്ചിക്ക് അങ്ങ് കിട്ടുന്നില്ല.
അതുകൊണ്ട് തന്നെ രേണുസുതി പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഘോര ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ശ്രമം വലിയ രീതിയിൽ ഫലിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് രേണുസുതിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഡിസ്കഷൻ എന്ന് പറയുന്നത് ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സി ഒന്നും രേണുസുതിയായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടില്ല. ആൻഡ് ഫൈനലി വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എഫേർട്ട് എടുത്തുകൊണ്ട് ഒരു കോണ്ടന്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് രേണുസുതി ചേച്ചി ഇപ്പോൾ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം, എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്താം. അമ്മയ്ക്ക് സുഖമില്ല, ഞാനാണ് വീട് നോക്കുന്നത്, എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ, എനിക്ക് എൻ്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ ജീവിതം വഴിമുട്ടി നിന്നപ്പം ഒരു എന്തോ ഒരു ഭാഗ്യം പോലെ ചെറിയ ചെറിയ ആൽബങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും നാടകവും നിങ്ങൾക്കറിയാലോ, അങ്ങനെ വന്നതാണ് ഞാൻ. ഈ ഒരു സാധനം കേൾക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ രണ്ട് സൈഡും പറയണമല്ലോ, പോസിറ്റീവ് സൈഡും അല്ലെങ്കിൽ എനിക്ക് അതിൽ ഫീൽ ചെയ്തിട്ടുള്ള നെഗറ്റീവ് സൈഡും. പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് രേണുസുതി പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ 100% ശരിയായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രേണുസുതിൻ്റെ ഫാദറിൻ്റെ ഹെൽത്ത് വീക്കാണ് എന്നുള്ളത്, അല്ലെ മദറിൻ്റെ ഹെൽത്ത് വീക്കാണ് എന്ന്. ഫാദറിൻ്റെ ഹെൽത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ലെങ്കിലും മദറിൻ്റെ ഹെൽത്ത് ഞാൻ ഈവൻ ഇൻ്റർവ്യൂലൊക്കെ കണ്ടതിൽ കൂടെ മനസ്സിലായിട്ടുണ്ട്. അപ്പം അച്ഛനും അമ്മയും ആൻഡ് ബേസിക്കലി എനിക്ക് മനസ്സിലായത് അച്ഛൻ പ്രത്യേകിച്ച് ജോലിക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല എന്നാണ്. അപ്പം അച്ഛനെയും അമ്മേനെയും നോക്കുക എന്നുള്ളത് രേണുസുതിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ എഫോർട്ട് എടുക്കണം, ഞാൻ പണി ചെയ്യണം എന്ന് പറയുന്നത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു വിധവയായി അല്ലെ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് കരുതി എനിക്ക് വീടിൻ്റെ ഉള്ളിൽ ഒരിക്കലും അടഞ്ഞുകൂടിയിരിക്കാൻ പറ്റില്ല. ഞാൻ പുറത്തോട്ട് വന്നാലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകൂ എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം സഹായിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ പുറത്തോട്ട് ഇറങ്ങണം, നമ്മൾ തന്നെ എഫോർട്ട് എടുക്കണം, നമ്മൾ തന്നെ ശ്രമിക്കണം. അല്ലാണ്ട് നമ്മളുടെ ഒരു കാര്യവും അത്ര വലിയ അടിപൊളിയായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ആൻഡ് അതും ഞാൻ സമ്മതിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, എൻ്റെ മക്കളെ തീറ്റി പോറ്റേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് അതും ശരിയായിട്ടുള്ള കാര്യമാണ്. മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ ഏതെങ്കിലും ഒരു പാരൻ്റ് ഇല്ലെങ്കിൽ മറ്റേ പാരൻ്റ് തന്നെ എന്ത് ചെയ്യണം, മക്കളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യണം. അതും ശരിയാണ്. നാലാമത്തെ കാര്യം രേണുസുതി പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഷോർട്ട് ഫിലിമും അതും ഇതൊക്കെ അഭിനയിച്ചിട്ടാണ് എൻ്റെ ജീവിതം കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് അതും ശരിയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കും എല്ലാം ശരിയല്ലേ, പിന്നെന്താ ചേച്ചി പ്രശ്നമെന്ന്? എല്ലാം ശരിയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമോഷൻ കാണിച്ച രീതിയിൽ എനിക്കൊരു ഫേക്ക് ഫീൽ ചെയ്തു. സീരിയസ്ലി ഫേക്ക് ഫീൽ ചെയ്തു. ഒരു കരച്ചിൽ ഡ്രാമ ഇല്ലാത്ത രീതിയിലാണ് രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ പറയുന്നതെങ്കിൽ 100% ഇത് അഗ്രിമെൻ്റ് കൊടുത്തങ്ങ് പാസ്സാക്കായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു കരച്ചിലും ഒരു ഇമോഷണൽ ഇങ്ങനെ തളർന്നിരിക്കുന്ന ഒരു സാധനം കണ്ട സമയത്ത് എവിടെയോ എന്തോ എങ്ങനെയോ ഒരു അഭിനയം കള്ളത്തരം മണത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ? കാരണം രേണുസുതി ഇപ്പം നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. കൊല്ലം സുധിയുടെ കൂടെ ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ശേഷിയിലാണ് ജീവിക്കുന്നത്. ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കൊല്ലം സുധിയായി ജീവിച്ച സമയത്ത് പല വ്യക്തികളോടും കടം ചോദിച്ചതിൻ്റെ ഓഡിയോയൊക്കെ സോഷ്യൽ മീഡിയയിൽ ലീക്കായിരുന്നു. ആ രേണുസുതി ഇന്ന് സ്വന്തമായിട്ട് കാറ് വാങ്ങി പല രാജ്യങ്ങളിലും ഇനാഗ്രേഷനും കാര്യങ്ങളുമായി പോകുന്നു. പലരും നല്ല ഡയമണ്ട് പോലെയുള്ള സാധനങ്ങൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ രേണുസുതി നല്ല രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം വളരെ കോൺഫിഡൻറ്റോടു കൂടി നമുക്ക് പറയാൻ പറ്റും. അപ്പം ആ രേണുസുതി ഇപ്പം സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിൽ വന്ന് കരയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റീസൺ എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കരയാൻ മാത്രമുള്ള വലിയ പ്രശ്നത്തിൽ കൂടെയാണോ രേണു ഇപ്പം കടന്നു പോകുന്നത്? അല്ലെങ്കിൽ കരച്ചിൽ ഡ്രാമ ഇറക്കിക്കൊണ്ട് ജനങ്ങളുടെ പ്രീതി പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയാണോ ഇത് എന്ന് കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആൻഡ് സെക്കൻഡ് തിങ്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഈവൻ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ വീട് കൊടുത്തതും ആ സ്ഥലം കൊടുത്തതും ഒന്നും രേണുസുതിനെ കണ്ടിട്ടല്ല. രേണുസുതിൻ്റെ 2 കൊച്ചുങ്ങൾ, അത് കിച്ചു ആണെങ്കിലും ഋതപ്പനാണെങ്കിലും അനാഥയാവരുത്
എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഒരുക്കി കൊടുത്തത്. അന്നും കുട്ടികളായിരുന്നു ഒരുമേ. ആ കുട്ടികളെ ഇപ്പം കൊണ്ടുവന്ന് വീണ്ടും ഒരു സ്ട്രാറ്റജി കളിച്ചതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം കിച്ചുവും രേണുവായിട്ട് ഫോൺ വിളി എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. കിച്ചുവിൻ്റെ പഠിത്തം കാര്യങ്ങളൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സാണ്. കിച്ചു താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം കിച്ചുവിൻ്റെ മീൻസ് കൊല്ലം സുധിയുടെ വീട്ടിൽ നിന്നാണ്. രേണുവിൻ്റെ വീട്ടിൽ വരലോ ആക്കലോ ഒന്നുമില്ല. പിന്നെ രേണു വല്ല പോക്കറ്റ് മണി പോലെ എന്തെങ്കിലും പൈസ ഇട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അതും അങ്ങനെ ഇട്ട് കൊടുക്കുന്ന പോലെ രേണു വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞ് ഞാൻ കണ്ടില്ല. ഇപ്പം കിച്ചു വീട്. പിന്നെ ഋതപ്പനാണ്. ഒരു ഋതപ്പൻ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയാണ്. ആ ചെറിയ കുട്ടീനെ സംബന്ധിച്ച് അവൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം അമ്മേൻ്റെ കൂടെ കുറച്ചധികം നേരം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ടൈം ആ കൊച്ചിന് കിട്ടുന്നില്ല. പിന്നെ എന്താണ് എന്നുള്ളത് എനിക്കും അറിയില്ല. അപ്പം ഈ രണ്ട് കാര്യത്തിൽ രേണുസുധി ഇവിടെ കാണിച്ചതിൽ ഒരു ഫേക്ക് ഒപ്പീനിയൻ എനിക്ക് തോന്നും. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏത് പെർസ്പെക്റ്റീവിലാണ് ഇത് തോന്നിയത് എന്ന് വെച്ചാൽ നിങ്ങളങ്ങ് പറയും. എന്തായാലും ഈ വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ചാനലിൻ്റെ പേര് കേട്ടെ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ രേണുസുധിയുടെ കുറച്ച് ഇൻ്റർവ്യൂ ബൈറ്റ്സ് കണ്ടു. ആ ബൈറ്റ്സിൽ രേണു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ചേച്ചി, ഇത് ലക്ഷങ്ങൾ വില വരുന്ന ചെരുപ്പാണത്? ഒരിക്കലും അല്ല. 2883 പല ഞാനിവിടെ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഒരു ദാരിദ്ര്യം പിടിച്ച അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ലക്ഷങ്ങൾ വിലമതിപ്പുള്ള ചെരുപ്പാണോ ചേച്ചി എന്ന്. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടൈറ്റിൽ ഞാൻ നോക്കട്ടെ. ഇതിൻ്റെയൊക്കെ ഒരു ടൈറ്റിൽ എനിക്ക് കാണുകയാണെങ്കിൽ ഞാൻ ആ സൈഡ് കൊടുക്കാം. രേണുസുധി ധരിച്ചിരിക്കുന്നു ലക്ഷങ്ങൾ വിലയുള്ള ചെരുപ്പ്. ഇവരുടെയൊക്കെ ഒരു ദാരിദ്ര്യം പിടിച്ച അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിലോട്ടാണ് ഈ മീഡിയക്കാരെ കയറി കളിക്കുന്നത് എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രേണുസുധി ചേച്ചിക്കും വണക്കം ചേച്ചി, വണക്കം. ഇത് കൊലുസും കണ്ടിട്ടുണ്ട്. ഇത് കൊലുസാണോ അതോ വേറെ എന്തെങ്കിലും കാര്യമാണോ? ഈ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? ഇത് ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടുന്ന സാധാരണ എല്ലാ മിക്കവരും ഇടുന്നതാണ്. ഇത് കണ്ണ് കിട്ടാതിരിക്കാനും ആയിരിക്കും. കണ്ണ് കിട്ടണ്ടേ പിന്നെ? കണ്ണ് കിട്ടാതിരിക്കണ്ടേ പിന്നെ? ചെരുപ്പ് മാത്രല്ല, ചെരുപ്പ് കഴിഞ്ഞ് അടുത്ത് പോയിരിക്കുന്നത് കാലിലെ പാദസരത്തിലോട്ടാണ്. കണ്ണ് കെട്ടാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിയതാണോ എന്നുള്ളത്. ഇവരുടെയൊക്കെ ഒരു ആംഗിൾ പിടുത്തവും ആ ചോദ്യങ്ങളും ഇതിന് റിപ്ലൈ കൊടുക്കാൻ തോന്നുന്ന രേണുയുടെ മനസ്സും. ഞാൻ എപ്പോഴും രേണുവിൻ്റെ വിഷയം റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, ഇങ്ങനത്തെ ചൊറിയൻ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഈ എല്ലാ ചോദ്യങ്ങൾക്കും വായെ തോന്നിയ മറുപടി കൊടുക്കുന്നത് തന്നെയാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ ഈ ഹെയ്റ്റും നെഗറ്റീവ് പബ്ലിസിറ്റിയും ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് പോലും രേണുസുധിക്ക് ഒരു സൈഡിൽ കൂടിയും പോയിട്ടില്ല എന്നാണ്. ഇനി എന്തായാലും പാവങ്ങളുടെ തമനേനെ കാണാം. ചേച്ചി കണ്ടപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ചേച്ചി ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ പേരുകളാണ് വരുന്നത്. അന്ന് പല്ലി മാറി, അതിനുശേഷം നിക്കർ വിധവ വന്നു, അതിനുശേഷം ഇപ്പോൾ വന്നേക്കുന്നതാണ് മലയാളികളുടെ തമന്ന. ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷൻ മലയാളികളുടെ തമന്ന, പാവങ്ങളുടെ തമന്ന, മലയാളികളുടെ അല്ല പാവങ്ങളുടെ തമന്ന. സന്തോഷമേ ഉള്ളൂ. എനിക്ക് തമന്ന മാമിനെ ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. വയറ് കാണിച്ച് വയറിന്റെ ഷേപ്പ് കണ്ടിട്ടാണോ തമന്ന എന്ന് പറഞ്ഞത്? ആൻഡ് പാവങ്ങളുടെ തമനയായിട്ടൊന്നും എനിക്ക് രേണുസുധീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് തമന എങ്കിറക്ക്, രേണുസുധി എങ്കിറക്ക് എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ പാവങ്ങളുടെ തമനയായി ഫീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ രേണു പറയുന്ന പോലെ തമനേൻ്റെ വയറ് കാണിച്ചാൽ ആഹാ, നമ്മൾ വയറ് കാണിച്ചാൽ ഓഹോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നതിനോട് ഞാൻ കൊളോക്കിയലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ചില ചോദ്യങ്ങൾക്ക് ചില ബൗണ്ടറീസ് ഉണ്ട്, അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും രേണുസുധീനെ പാവങ്ങളുടെ തമനയായി തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കാൻ മറക്കരുത്. ഇന്ന് വരെ ഞാൻ അറ്റോ നൂലും ഇല്ലാത്ത തുണി ഇട്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? ഈ പറയുന്നവൻ കാണിച്ചു തരട്ടേന്നേ. അറ്റോ നൂലും ഇല്ലാത്ത തുണി ഇന്ന് നൂലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് പാവാടവള്ളി എന്തോ ഡാൻസ് കളിച്ചപ്പോൾ കണ്ടെന്ന് തോന്നുന്നു. അതിന് വലിയ ഇനി വിവാദമാകും കേട്ടോ, പാവാടവള്ളി കണ്ടെന്ന്. എനിക്കൊന്നും വിഷയമല്ല. പാവാട ഇടുന്നവർ പാവാടവള്ളി കാണും. എന്നിട്ടാലും അത് വള്ളി കണ്ടാൽ എന്താണെന്ന് വിഷയം? ഇടുന്നതുകൊണ്ടല്ലേ കാണുന്നത്, ഇടാതിരിക്കുന്നില്ലല്ലോ. അപ്പം പിന്നെ എന്താ പറയുക, ഞാൻ ഇടുന്ന എല്ലാം എൻ്റെ ശരീരത്തിനനുസരിച്ചുള്ള, നിങ്ങൾക്കൊക്കെ നേരിട്ട് എന്നെ കാണുന്നവർക്കറിയാം ഞാൻ ഈ ക്യാമറയിലോ മൊബൈലോ ടി വിയിലോ കാണുന്ന ആളല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആണോ? ആളല്ല. അപ്പോൾ എനിക്ക് ചേരുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഇടാറുള്ളത്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ അത്. പിന്നെ സാരി ഉടുത്തിട്ട് പർദ്ദ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. സാരി ഉടുത്തിട്ട് വയറ് കാണിക്കാതെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ അത് നടക്കുന്ന കാര്യമില്ല. എൻ്റെ കംഫർട്ടബിളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത്, പഴയ കാലത്ത് ഒരു മുണ്ടും ബ്ലൗസും ആണ് ഇടുന്നത്, അവരുടെ വയറ് കാണത്തില്ലേ? അവർക്ക് സാരി ഉണ്ടായിരുന്നോ?
സാരി ഉടുക്കുന്നവരെന്നെ വയറ് മൂടിയിട്ട് മറ്റേ ഇവിടം വരെ തോർത്ത് കട്ടി പൊതിഞ്ഞുകൊണ്ടാണോ നടക്കുന്നത് എല്ലാവരും? എൻ്റെ വയറ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, എൻ്റെ വയറ് കംഫർട്ടബിളാണ് കാണിക്കുക. എനിക്കിഷ്ടമാണ് എൻ്റെ വയറ്. അത് കാണട്ടെ, അതിനകത്ത് ഒരു വൃത്തികേടും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇന്നലെ റിയാക്ട് ചെയ്ത വീഡിയോയിൽ രേണുസുതി ഡാൻസ് കളിക്കുന്ന സമയത്ത് വയറ് കാണിച്ചിട്ടുള്ളൊരു ഭാഗം അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആയിരുന്നു. അത് തന്നെയാണ് രേണുവിടെ വളരെ ക്ലിയർ ആയിട്ട് എടുത്ത് പറയുന്നത് എന്നുള്ള കാര്യം മേ ബി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ അന്നും ഇന്നും ഞാൻ റിയാക്ട് ചെയ്ത സമയത്തും പറഞ്ഞു, രേണുസുതി എന്ത് വസ്ത്രം ഇടണം എന്നുള്ളത് രേണുസുതിയുടെ ഒരു കംഫോർട്ട് മാത്രമാണ്. രേണുസുതിക്ക് ഇഷ്ടമുള്ള വസ്ത്രം രേണുസുതിക്ക് ധരിക്കാം. രേണുസുതിൻ്റെ വയറ് കാണുന്നതിനോ ക്ലീവേജ് കാണുന്നതിനോ രേണുസുതിക്ക് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ രീതിയിൽ എക്സ്പോസ്ഡ് ഡ്രസ്സ് ഇടുന്ന ഒരു വ്യക്തി രേണുസുതി മാത്രമല്ല. പക്ഷേ രേണുസുതി മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യങ്ങളും ഈ വർത്തമാനങ്ങളും രേണുസുതിക്ക് എഗെയിൻസ്റ്റ് വരാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ രേണുസുതിനെ തന്നെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പേരുകളും ന്യായങ്ങളും എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട്. അതിന് എഗെയിൻസ്റ്റ് വരുമ്പോഴുള്ള ഒരു പ്രശ്നങ്ങളാണ്. വള്ളീൻ്റെ പാവാട കണ്ടാലും അല്ലെങ്കിൽ ഇനി എൻ്റെ വയറ് കണ്ടാലും അത് മൂടിക്കെട്ടി നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പർദ്ദയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ ഇഷ്ടമാണ്. എൻ്റെ വയറ് 4 ആൾ കാണുന്നത് എനിക്കിഷ്ടമാണ്. എൻ്റെ വയറിൽ ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് രേണു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്താ ഉള്ളത്? അതൊക്കെ ഒരു പേഴ്സണലി ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ ഇഷ്ടമാണ്. അത് അവരുടെ കംഫോർട്ടബിലിറ്റിയാണ്, അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഇതാണ്. അപ്പോൾ അതിലോട്ടൊന്നും കയറേണ്ട ആവശ്യമില്ല. പക്ഷേ ഡേ ബൈ ഡേ ആൾ ബോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബോൾഡ് ആവുന്നതിനനുസരിച്ച് റീച്ച് എവിടേക്കോ ഡൗൺ ആവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആ ഡൗൺ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കുതിച്ചു കയറ്റാണോ എന്നുള്ളതും അറിയില്ല. ആൻഡ് മേ ബി ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാര്യമായിരിക്കാം, എന്തൊക്കെയാണെങ്കിലും രേണുസുതിയുടെ ലൈഫല്ലേ, ആളെങ്ങനെയാ ജീവിച്ചോട്ടെ, നിങ്ങൾക്കൊക്കെ എന്താ എന്നുള്ളത് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ അന്നും ഇന്നും നിങ്ങളോട് പറയലുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഓരോ വ്യക്തികളും ഓരോ രീതിയിലുള്ള കോണ്ടന്റ് കാര്യങ്ങളായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ബേസിക്കലി ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പല ടോപ്പിക്കുകൾ എടുത്തിട്ട് എൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എനിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു സജഷൻ കാര്യങ്ങൾ പറയാനാണ്. അത് പറയുക വിത്ത് റെസ്പെക്റ്റിംഗ് ദ ഓപ്പോസിറ്റ് പേഴ്സണെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾക്കും നിങ്ങളുടെ കമൻറ്റ് കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതുപോലെ എല്ലാ വിഷയങ്ങളിലും ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ രീതിയിലുള്ള ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ എക്സ്പ്രഷൻ ഉണ്ട്. ആ രീതിയിൽ മാത്രം നിങ്ങൾ ഓരോ കണ്ടന്റുകളും കാണാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങളുടെ കമൻറ്റുകളായി ഞാൻ കാത്തിരിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയ അൺഫിൽറ്റേർഡ്.